ഉണ്ണീശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. സഞ്ചാരമാതാവ് എനിക്ക് നൽകിയ അനുഭവ സാക്ഷ്യം ഇവിടെ സഞ്ചാരമാതാവിൻ്റെ മുമ്പാകെ കൃപാസനത്തിൽ വന്ന് പറയാൻ എന്നെ അനുവദിച്ചതിന് 1000 ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ പേര് ലിറ്റി CJ. ഇതെൻ്റെ മകൻ ഫിഡൽ, മകൾ ലിയാൻഡ്ര. ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് മൂന്നുംപറ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ആദ്യമായി കൃപാസനം മാതാവിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി വല്യമ്മേൽ വഴിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 27 ഞാൻ ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ആയുർവേദ പഞ്ചകർമ്മ സെൻറ്റർ തുടങ്ങാനായി ഞാൻ ആലോചിച്ചു. മാതാവിനോടും കൂടെ ആലോചിച്ചിട്ടാണ് തീരുമാനമെടുത്തത്. അങ്ങനെ അതിനുവേണ്ടി PMEGP എന്ന് പറയുന്ന ഒരു ലോൺ, അത് ഗവൺമെൻറ് സർക്കാർ നമുക്ക് ഒരു ആദ്യമായി തൊഴിൽ ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ലോണാണ്. അത് ഓരോ ബ്ലോക്കിലും വാർഡിലും പെട്ടവർക്ക് അതാത് ബ്ലോക്കുകാർക്ക് വാർഡുകാർക്ക് ഓരോ ബാങ്കിനെ ഓൾറെഡി ഗവൺമെൻറ് ഡെപ്യൂട്ടേഷൻ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അനുവദിച്ചിരിക്കുന്ന ബാങ്കിലേക്ക് ഞാൻ അപേക്ഷിക്കുകയും എനിക്കതിൻ്റെ ഇൻ്റർവ്യൂ ക്ലിയർ ആവുകയും PMEGP ലോൺ സാങ്ഷൻ ചെയ്ത് കിട്ടുകയും ചെയ്തു. അങ്ങനെ PMEGPയുടെ ലോൺ എടുത്തത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ മെഷീനറീസിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്തു, അതിൻ്റെ ഗഡുക്കൾ കൃത്യമായി എനിക്ക് കിട്ടി. അതിൻ്റെ ഭാഗമായി രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള മെഷീനറീസിന് വേണ്ടി ഞാൻ സംസാരിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് എന്നോട് പറഞ്ഞത് ആദ്യം കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരാനാണ്. ഞാൻ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റായി ഞാൻ ബാങ്കിൽ സമീപിച്ചപ്പോൾ അപേക്ഷ വെച്ചു മെഷീനറീസിന് ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അപേക്ഷ വെച്ചിട്ടും എനിക്ക് അതിനൊരു മറുപടി കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നീട് ബാങ്കിൽ സമീപിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കാലാവധി, അതായത് 12 മാസ കാലയളവിനുള്ളിൽ മെഷീനറീസ് റിലീസ് ചെയ്തില്ലെങ്കിൽ അത് ബാങ്ക് റിജക്റ്റ് ചെയ്യുമെന്നും നമുക്കത് ഒരിക്കലും റിലീസ് ചെയ്യില്ല എന്നാണ് ബാങ്ക് പറഞ്ഞത്. ഞാൻ പലതവണ അപേക്ഷ വെച്ചു. കാരണം ബാങ്കിൽ നിന്ന് എനിക്ക് ഒരു തവണ പോലും ഈ 12 മാസ കാലാവധിയെപ്പറ്റി ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് റെസ്പോണ്ടൊന്നും കാണാത്തതിനാൽ അവരുടെ ഹെഡ് ഓഫീസായ റീജിയണൽ ഓഫീസിൽ പോയി വിവരം പറയാൻ പറഞ്ഞു. റീജിയണൽ ഓഫീസിൽ പോയി അവിടെ പോയി ഞാൻ അപേക്ഷ വെച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇത്ര തവണ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നിരുന്നു, പക്ഷേ ഈ മെഷീനറീസിൻ്റെ ഉള്ള കാര്യങ്ങൾ എനിക്ക് നടക്കുന്നില്ല, എനിക്കിതിനെപ്പറ്റി ഇൻഫർമേഷൻ അറിഞ്ഞില്ലായിരുന്നു, എന്നോട് എനിക്കൊന്ന് ഇളവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ PMEGP ലോൺ എടുത്തിരുന്ന വേറൊരു വ്യക്തി, ആൾ 2 കോടിയോളം ലോൺ എടുത്തിട്ട് ആദ്യത്തെ ഗഡുവിൽ 1 കോടിയോളം എടുത്ത് ബാക്കിയുള്ളത് ടൈമിനുള്ളിൽ എടുക്കാതിരുന്നത് കൊണ്ട് അവർക്ക് ആ ലോൺ എമൗണ്ട് കിട്ടാതെ വരികയും ആ സ്ഥാപനം പൂട്ടിപ്പോവുകയും ചെയ്തു. ഇത്രയും പ്രതിസന്ധികളുടെ ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതല്ലാതെ ഒരു ഫലം, ഒരു ലക്ഷ്യം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഈ ഓട്ടത്തിനിടയിൽ, പാച്ചിലിനിടയിൽ 2023 സെപ്റ്റംബർ 27 ഞാൻ ചേർന്ന ഉടമ്പടി 4 തവണ പുതുക്കിയിട്ട് 5-ാം തവണ പുതുക്കേണ്ടിയിരുന്നത് ഡിസംബർ 2025 ഫെബ്രുവരി ആയിരുന്നിട്ടും ഞാനത് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എത്ര ഓടിയാലും എത്ര വലിയ ഉദ്യോഗസ്ഥരെ കണ്ടാലും എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കാണ്ട് എനിക്കിതൊരിക്കലും നടപ്പാവില്ല എന്ന് മനസ്സിലായി. ഞാൻ ഈ മാസം 22-ാം തീയതി ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ വന്ന് 5-ാമതും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ശേഷം ഞാൻ 23-ാം തീയതി ഏത് ഓഫീസുകളാണോ എന്നോട് പറഞ്ഞത് ഇതൊരിക്കലും നടക്കില്ല, റിജക്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞത്, അതേ ഓഫീസുകളിലേക്ക് ഈ പറഞ്ഞ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് വന്ന ശേഷം ഇവിടുന്ന് ഉപ്പും തൈലവുമായി ഞാൻ അതേ ഓഫീസുകളിലേക്ക് ചെന്നു. ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഉപ്പ് വിതറി, ഞാൻ തൈലം കുരിശ് ഓഫീസിൻ്റെ വാതിൽ പുരട്ടിയിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. അവിടെ ചെന്ന് ഞാൻ പിന്നീടും അപേക്ഷ വെച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ബ്രാഞ്ചിൽ കൂടി സംസാരിക്കട്ടെ, ഡിസ്കഷൻ ചെയ്യട്ടെ. എന്നിട്ട് അവർ പെട്ടെന്നാണ് തീരുമാനമാവുന്നത്. 6 ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ ബ്രാഞ്ചിലേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ബ്രാഞ്ചിലേക്ക് പോയി സംസാരിച്ചു. അവരെത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പെട്ടെന്നാണ് എനിക്ക് മാതാവ് നടത്തി തന്നത്. പക്ഷേ ലാസ്റ്റ് ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ 2 ഓഫീസേഴ്സ് തമ്മിൽ അത് സാങ്ഷൻ ആവാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ പിന്നെയും മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ എത്ര ഓടിയാലും എന്നെക്കൊണ്ട്
എത്ര ചെയ്താലും എൻ്റെ മാതാവ് ഒരു നിമിഷം ഒന്ന് വിചാരിച്ചാൽ മതി എനിക്കത് നേടിത്തരാൻ. ഞാൻ എന്നെനിക്കിത് സാങ്ഷനായി കിട്ടുന്നുവോ പിറ്റേ ദിവസം അടുത്ത ദിവസം ഞാൻ എൻ്റെ മാതാവിൻ്റെ മുമ്പാകെ ഈ സാക്ഷ്യം ഞാൻ പറയാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു മാതാവിന്. ഞാൻ 27-ാം തീയതി ഇന്നലെ 3ാമതും റീജിയണൽ ഓഫീസിൽ പോയി ഞാൻ പിന്നെ അപേക്ഷിച്ചു. അവർ അന്ന് തന്നെ മാതാവ് എനിക്കിതെല്ലാം നടപ്പാക്കി തന്നു. 27-ാം തീയതി എന്നൊരു ദിവസം ഈ മെയിലുകൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് കൊടകരയിൽ നിന്ന് എറണാകുളം നിന്ന് ചെന്നൈയിൽ നിന്ന് എറണാകുളം, എറണാകുളം ടു കൊടകര, ഓരോ ബ്രാഞ്ചുകളിലേക്കും നിമിഷ നേരം കൊണ്ടാണ് ഓടി ഓരോ മെയിലുകൾ ചെന്നതും അതിൻ്റെ ഫലം കണ്ടതും. ആ ഒരു എമൗണ്ട് 9,40,455 രൂപ ബാക്കിയുള്ള ഗഡുക്കുണ്ടായിരുന്ന എമൗണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി ബാങ്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചത് റിലീസ് ചെയ്ത് തന്നു. എൻ്റെ മാതാവിന് 1000 നന്ദി. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചത്. റീജിയണൽ ഓഫീസുകളും ബ്രാഞ്ച് ഓഫീസുകളിലും കയറുന്ന സ്ഥലത്ത് ആരും ചവിട്ടാത്ത ഭാഗത്ത് ഉപ്പിട്ടിട്ടാണ് ഞാൻ കയറിപ്പോയത്. അതുപോലെ ഉടമ്പടി തൈലം ഞാൻ എല്ലാ ഓഫീസുകളിലും ഏതെല്ലാം ഓഫീസുകളിൽ ഞാൻ കയറിയോ ആ എല്ലാ ഓഫീസുകളുടെയും വാതിലുകളിൽ ആരും കാണാതെ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, പക്ഷേ എനിക്ക് വലുത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് വലുത് എൻ്റെ വിശ്വാസമാണ്. ഞാനത് ആരും കാണാതെ ക്യാമറകളിൽ പതിയാതെ ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ കുപ്പിയെടുത്ത് കയ്യിൽ തൈലമെടുത്ത് ഞാൻ കുരിശ് ഓരോ ഓഫീസ് റൂമിൻ്റെ വാതിലുകളിൽ ഓരോ ഓഫീസർമാരെ കാണാൻ പോകുമ്പോഴും ഓഫീസിൻ്റെ വാതിലിൽ പുരട്ടിയിട്ടാണ് ഞാൻ പോയത്. അതുപോലെ ഞാൻ ആ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നുള്ളുപ്പ് എൻ്റെ വായയിലും അതുപോലെ തൈലം എൻ്റെ നെറ്റിയിലും കുരിശ് വരച്ചിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഈ ഉടുമ്പടി ഉപ്പെടുത്തതിന് ശേഷം ഞാൻ ഓഫീസുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സ്ഥാപനം പണി കഴിഞ്ഞ് മെഷീനറീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിലും എല്ലാവരുടെയും ഞാൻ തൈലം പൂശിയിട്ടാണ് പോയത്. അതുപോലെ തന്നെ വേറെ എൻ്റെ മകൻ ഫിഡൽ ജോസ് ഫെബിൻ മകൻ മാഴ്സ് കമ്പനിയുടെ ഇൻ്റർനാഷണൽ സ്പെല്ലിംഗ് ബേയിൽ മത്സരിക്കുകയും സ്റ്റേറ്റ് ലെവലെല്ലാം മത്സരിച്ച് നാഷണൽ ലെവൽ വരെ മത്സരിക്കാനിടയായി. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ എൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായാലും അതിനെല്ലാം എന്തെല്ലാം വരുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ്, എന്നെ ശക്തനാക്കുന്നവനോട് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എത്ര തകർച്ചകളിലും എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും എപ്പോഴും മനസ്സിൽ ഓടി വരുന്ന വചനമാണ്. എന്നെ ശക്തനാക്കാൻ എൻ്റെ ഈശോയ്ക്ക് ലിറ്റിയെ ശക്തനാക്കാൻ പറയാനായിട്ട് ഒരു അമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാവില്ല. എൻ്റെ കൂടെ എപ്പോഴും മാതാവും ഉണ്ണീശോയും ഉണ്ടാവുന്ന പൂർണ്ണ ബോധ്യം എന്നിലുണ്ട്. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പോകുന്നിടങ്ങളിലെല്ലാം എന്നെ കൊണ്ടാവുന്ന വിധം പാവപ്പെട്ടവരെ കാണുമ്പോൾ വിശക്കുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. ആവുന്ന വിധം എൻ്റെ കയ്യിലുള്ളൊരു തുക ഉള്ളത് എന്താണോ അത് അവർക്ക് കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും കൊടുക്കാറുണ്ട്. ഇവിടുന്ന് 22-ാം തീയതി 5ാമതായിട്ട് ഞാൻ പുതുക്കി പോയപ്പോഴും ഞാൻ ആദ്യം ഓർത്തത് എനിക്ക് ആദ്യം സാക്ഷ്യം നിറവേറട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടി പത്രം കൃപാസനത്തിലെ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കാം എന്നാണ് ആദ്യം ചിന്തിച്ചത്. പിന്നെ ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ ചിന്തിച്ചു, എനിക്കിത് എന്തായാലും എൻ്റെ അമ്മ നടത്തി തരും, പിന്നെ ഞാൻ എന്തിനാ മാതാവിനെ വെല്ലുവിളിക്കുന്നത്, എനിക്ക് എന്തായാലും അത് കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ കൃപാസന പത്രം ഇവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ പ്രത്യേകമായി പറയാനുള്ളത്, ഞാൻ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സില്ലിയായി വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു. പക്ഷേ എന്നു മുതൽ ഞാൻ ഉടമ്പടി എടുത്തുവോ, എന്നു മുതൽ മാതാവിനെ പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കിയോ, അന്നു മുതൽ ജീവിതത്തിൽ വരുന്ന ഓരോ വെല്ലുവിളികളും എല്ലാം അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഉണ്ണീശോ എൻ്റെ കൂടെയുണ്ട്, എല്ലാം എനിക്കത് അതിജീവിക്കാൻ കഴിയും എന്നുള്ള ബോധ്യത്തിൽ എല്ലാ ചെറിയ ചെറിയ സങ്കടങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് ജീവിതത്തിലെ നന്മകളെ കണ്ടുപിടിച്ച് അതിലൂടെ ജീവിക്കാൻ എന്നെ മാതാവ് പ്രാപ്തിയാക്കി. ഇത്രയും ഈ ഒരു അവസരത്തിൽ എനിക്ക് മനസ്സിൽ വരുന്ന ഒന്നാണ്, ഒന്നുമില്ലായ്മയിൽ നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. ആ ഒരു സ്നേഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എൻ്റെ മരണം വരെ എൻ്റെ ഈശോയിലും എൻ്റെ മാതാവിലും എപ്പോഴും ഉണ്ടായിരിക്കും. ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സാക്ഷ്യം നിർത്തുന്നു. മാതാവിലും ഉണ്ണീശോയിലും ജീവിതകാലം മുഴുവൻ മരണം വരെ ഉറച്ചു വിശ്വസിച്ച് ജീവിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ പേര് ശുഭ, ഇതെൻ്റെ മകൻ ഗൗരി ശങ്കർ. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പ് വരുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യമായി ലഭിച്ച ഒരു
രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് 2022 മാർച്ച് 10 ഉടമ്പടി എടുത്തു. യൂട്യൂബിൽ കൂടെയും പത്രത്തിലൂടെയുമാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. അമ്മ എനിക്ക് വലിയൊരു രോഗസൗഖ്യം തന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ വയറ്റിൽ ഫൈബ്രോയിഡ് ആയിരുന്നു. അത് ഓപ്പറേഷൻ കൂടാതെ യാതൊരു മാർഗവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. 2022 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ നിമിഷം വരെ ആ രോഗത്തിൽ നിന്ന് ഞാൻ സൗഖ്യപ്പെട്ടു. അതിനുശേഷം എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. രണ്ടാമതായിട്ട് വളരെ വർഷങ്ങളായിട്ട് ഞങ്ങളൊരു വീട് വെച്ചു. ആ വീട് മുമ്പോട്ട് പണി തീർക്കാൻ പറ്റാതെ വന്നു. പല പ്രാവശ്യവും പണിക്കാർ ഇട്ടിട്ട് പോയി, പ്രശ്നങ്ങളായി. അത് അവസാനം ആ വീട് വിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. 2 വർഷത്തോളമായി ആ വീട് വിൽക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ കാശ് രൂപം തന്നു. അതുകൊണ്ടിട്ടു. പലരും വന്ന് വെള്ളം കയറും, അതിനാൽ 15 ലക്ഷം രൂപ 17 ലക്ഷം രൂപയൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്കതിന് ചിലവായത് 20 ലക്ഷം രൂപയാണ്. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞങ്ങൾക്കൊരു രൂപ പോലും കൂടുതൽ വേണ്ട, ഞങ്ങൾ ചിലവാക്കിയ പൈസ മാത്രം തന്നാൽ മതി. പലരും വന്ന് പോയിട്ടും അത് ഞങ്ങൾക്ക് വിൽപ്പന നടന്നില്ല. അവസാനം ജൂൺ മാസം 19 ഒരാൾ വന്ന്, അവിടെ തന്നെ അടുത്ത് തന്നെ ഒരാൾ വന്നിട്ട് ആ സ്ഥലത്തിന് വില പറഞ്ഞു 18 ലക്ഷം രൂപ. അപ്പോഴും മാതാവിനോട് പറഞ്ഞു, അമ്മേ 20 ലക്ഷം രൂപ ചിലവായി, ആ പൈസ തന്നെ ഞങ്ങൾക്ക് വാങ്ങി ഇതിൻ്റെ കച്ചവടം നടത്തണമെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി വിളിച്ചിട്ട് 20 ലക്ഷം രൂപയ്ക്ക് ആ വ്യക്തി സ്ഥലമെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ജനുവരി മാസം 22 അതിൻ്റെ ആധാരം നടന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. മൂന്നാമതായി എൻ്റെ മകനൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ഒരുപാട് നോക്കി. അവന് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സായിരുന്നു എഡിറ്റിങ്. അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു. അവസാനം മാതാവിനോട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ജൂലൈ 16 അവന് ആ കോഴ്സ് കിട്ടി. ഇപ്പോൾ അവൻ ആ കോഴ്സ് നന്നായി പഠിച്ചു മുമ്പോട്ട് പോകുന്നു. അതുകൂടാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മഴവില്ല് മാതാവിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ 10-15 പേരെയോളം ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പലർക്കും നല്ല നല്ല അനുഭവങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 1 ഒരു ചേട്ടൻ വളരെ വിഷമിച്ചിരുന്ന ഒരു ചേട്ടനോട് കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പടി എടുത്താൽ നിങ്ങൾക്കെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ ഇവിടെ വന്ന് 1 ഉടമ്പടി എടുത്തു. ഇപ്പോൾ ആ ചേട്ടൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം സോൾവായി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എന്നും അമ്മയുടെ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് ജീവിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മോനും ഞങ്ങളെല്ലാവരും ചേർന്ന് പത്രങ്ങൾ എല്ലായിടത്തും കൊടുക്കും, ഭക്ഷണം എല്ലാവർക്കും കൊടുക്കും, അനാഥാലയത്തിലൊക്കെ പോയി ഭക്ഷണങ്ങളെല്ലാം കൊടുക്കും. കയ്യിലുള്ള പൈസയൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഉള്ള പൈസ അവർക്കൊക്കെ കൊടുത്ത് സഹായിക്കും. പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്നും ബൈബിള് വായിക്കും, ജപമാല ചൊല്ലും, സാക്ഷ്യങ്ങൾ കേൾക്കും. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നയായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം അരുളണമേ. സങ്കീർത്തനം 69:13 ദൈവത്തിൻ്റെ സമയം പരിപൂർണമായ ഒരു സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ സമയം വൈകുന്നെന്ന് തോന്നുമ്പോൾ നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് യോഗ്യതയില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. കർത്താവെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ അങ്ങ് എനിക്ക് ഉത്തരം അരുളണമെന്നാണ്. അങ്ങനെയാണ് ശുഭയും പ്രാർത്ഥിച്ചത്. സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് 6ാമത്തെ പുതുക്കലാണ്. ഈശോയോടും അമ്മയോടും ചേർന്നുള്ള ജീവിതമാണ് അക്രൈസ്തവരായ ഈ മക്കളുടെ ജീവിതം. എല്ലാം ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇഷ്ടമുള്ള ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് എല്ലാം നടത്തി തരട്ടെ എന്നും അവിടുത്തെ ഇഷ്ടം അനുസരിച്ചാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് ഈ മകള് പങ്കുവച്ചത്. സ്ഥലം വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എത്രയും പെട്ടെന്ന് സ്ഥലം വിൽക്കാനും ഒരു പുതിയ സ്ഥലം വാങ്ങിക്കാനുമുള്ള അനുഗ്രഹം ദൈവം നൽകിയത്. രോഗസൗഖ്യമെന്ന് പറഞ്ഞത് 12 cm ആയിട്ടുള്ള ഒരു യൂട്രസിലൊരു മുഴയായിരുന്നു. അത് ഇമ്മീഡിയറ്റ് സർജറിയാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത്. പക്ഷെങ്കിൽ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് രോഗസൗഖ്യം നൽകിയത്. ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഉടമ്പടിയിൽ വിശ്വസ്തത മാത്രമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ചെയ്യുമ്പോൾ
ഈശോ അമ്മയോട് പറഞ്ഞ പോലെ അമ്മ നമ്മളോട് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. അവൻ പറഞ്ഞ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോ കടന്നു വരുന്നത്. അങ്ങനെയാണ് ഈ മകൾ ഉടമ്പടി എടുത്തിട്ട് ഭയപ്പെടാതെ തന്നെയാണ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് യൂട്രസിലെ ആ മുഴ ഓപ്പറേഷൻ കൂടാതെ ആ രോഗം സൗഖ്യപ്പെടുത്തി ഈശോ നൽകിയത്. മകന് വലിയൊരു ആഗ്രഹമാണ്, എഡിറ്റിംഗ് ജോലിയിൽ പ്രൊഫഷണലാണ് ആഗ്രഹം. ഒരു നല്ലൊരു VFXൽ ജോലി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ആ മകന് ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഉടമ്പടിയിലുള്ള ജീവിതത്തിലേക്ക് അമ്മയാണ് കരം പിടിച്ച് നയിച്ചത്. കൊച്ചുമക്കൾ നമുക്കറിയാം, അവർ മൊബൈൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സമയത്താണ് ഈ കൊച്ചുമകനെ ക്രൈസ്തവയായ ഈ അമ്മ മകനെയും കൈപിടിച്ച് ഉടമ്പടി ജീവിതത്തിലേക്ക് നയിച്ച് ഉടമ്പടി എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇതാണ് ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ കൈമാറ്റമാണ്. വിശ്വാസം നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, മറ്റുള്ളവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി ആ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതാണ് ഈ അമ്മ ചെയ്തത്. കുടുംബം മുഴുവനും ഹസ്ബൻഡും അമ്മയും മകനും എല്ലാവരോടും ചേർന്നാണ് ഉടമ്പടിയിലെ ആത്മീയ കാര്യങ്ങളും പിന്നെ അതായത് കാരുണ്യ പ്രവൃത്തികളെല്ലാം ഒരു കുടുംബത്തോടെയാണ് ഇവർ ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അതുമൂലമാകാം ഒരുപക്ഷെ ഇവരുടെ ആ സ്നേഹവും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവുമാണ് ദൈവ സാന്നിധ്യം മനസ്സിലാക്കാനും മഴവിൽ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനും ഇവർക്ക് സാധിച്ചത്. ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും പൂർണ്ണമായിട്ട് ഇവർ വിശ്വസിക്കുന്നത് ഉചിതമായ സമയത്ത് ദൈവമെല്ലാം തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഈ സഹോദരി സ്വന്തം മക്കൾക്കും കൊടുക്കുന്നത്. അങ്ങനെയാണ് മക്കളും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന ആ വിശ്വാസം മറ്റുള്ളവർക്കും കൈമാറാനും നമ്മുടെ കുടുംബത്തിൽ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനും ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് കരം പിടിച്ച് നല്ലൊരു ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ വെറുമൊരു ക്രിസ്ത്യൻ ജീവിതമല്ല, വെറുമൊരു ജീവിതമല്ല, ഉടമ്പടി ജീവിതം നമ്മെ നയിക്കുന്നത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ദൈവത്തിൻ്റെ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാനുമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. നമുക്കും വിശ്വസ്തതയുള്ള ഒരു ഉടമ്പടി ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ശുഭയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.